ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ കൃഷ്ണമംഗലത്ത് ചെന്ന് ദേവമംഗലത്തുള്ളവരുടെ ഓരോരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ദേവിയുടെ പരിചരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദേവിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നും. കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ ഗോമതേച്ചി അവിടെ നോക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ ചെന്നപ്പം ദേവിയുടെ ഡ്രസ്സ് വരെ അലക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇന്ദ്രാമ്മ പറയും, അതെന്ത് വർത്തമാനോ സുകന്യ പറയുന്നേ, ദേവിമോക്ക് വിശേഷമല്ലേ, ഈ സമയത്ത് അവളെ നന്നായിട്ട് നോക്കണ്ടേ, അതുകൊണ്ടാണ് ഗോമതി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിലൊരു കുറ്റം കണ്ടെത്തി സുകന്യ പറഞ്ഞത് എന്തായാലും ശരിയായില്ല എന്ന് പറയുവേ. അത് കേൾക്കുമ്പോൾ നന്ദിനിയും പറയും, അതെ, അവിടെയുള്ളവരെ ഈ രീതിയിലൊക്കെ കുറ്റപ്പെടുത്തേണ്ട കാര്യം സുകന്യക്കുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ സുകന്യ പറയും, ഞാൻ ചെയ്തത് ശരിയാന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഓരോരോ സ്വഭാവം കണ്ട് എനിക്ക് വട്ട് പിടിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്താണോ ഇങ്ങനെ, അതും എന്നെ ആർക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല എന്നൊക്കെ സുകന്യ പറയാം. അത് കേൾക്കുമ്പം ഇന്ദ്രമ്മ പറയും, അങ്ങനെയൊന്നുമില്ല, അവിടെയുള്ള എല്ലാവർക്കും സുകന്യനെ ഇഷ്ടം തന്നെയാണ്. ദേവി എന്തായാലും അങ്ങനെ ആരെയും അകറ്റി നിർത്തുന്ന സ്വഭാവക്കാരിയൊന്നും അല്ല എന്ന് പറയേ. അപ്പം രാജശ്രീ പെട്ടെന്ന് സുകന്യനെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകും കേട്ടോ. അതേസമയം വീട്ടിൽ സുകന്യനെ എങ്ങും കാണാഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ അവിടെ എല്ലാം നോക്കുവാണ്. അപ്പോൾ ഗോമതി ചോദിക്കും, നീ എന്താ ഈ നോക്കുന്നേ? അല്ല ചേച്ചി, സുകന്യനെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, എന്തേലും കഴിക്കാൻ വിളിക്കാൻ വരുമായിരുന്നു. അല്ല, സുകന്യ എവിടേക്ക് പോയി? അറിയില്ല, ഇനി കൃഷ്ണമംഗലത്തേക്ക് എങ്ങാനും പോയോന്ന് അറിയത്തില്ല, അവിടെ ഇടയ്ക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയേ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറയും, അയ്യോ കൃഷ്ണമംഗലത്തേക്കോ? ഇതെങ്ങാനും കണ്ടുകൊണ്ട് ബാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും മതി, ഇപ്പം തന്നെ ബാലേട്ടൻ വരികയും ചെയ്യും. നീ എന്തിനാ അവളെ അങ്ങോട്ട് വിടാൻ പോയേ? ഞാൻ വിട്ടതൊന്നും അല്ല ചേച്ചി, അവളായിട്ട് പോയതാ എന്ന് പറയാ. എന്തായാലും ബാലേട്ടൻ വരുന്നതിന് മുന്നേ നീ അവളെ കൂട്ടിക്കൊണ്ട് വാ എന്നും പറഞ്ഞ് ഗോമതി ധർമ്മനെ കൃഷ്ണമംഗലത്തേക്ക് വിടുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈശ്വര, ഈ സുകന്യ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം തന്നെ ബാലേട്ടൻ വരികയും ചെയ്യും, ബാലേട്ടൻ ഇതൊന്നും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പറയണേ. അപ്പം മീനാക്ഷി വന്ന് ചോദിക്കും, എന്താമ്മേ, എന്താ കാര്യം? സുകന്യയില്ലേ, അവള് കൃഷ്ണമംഗലത്തേക്ക് പോയേക്കുക, ബാലേട്ടനാണ് ഇപ്പോൾ വരികയും ചെയ്യും, ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ബാലേട്ടന് തീരെ ഇഷ്ടപ്പെടത്തില്ല. അപ്പം മീനാക്ഷി ചോദിക്കും, അതെന്താ സുകന്യേച്ചി അങ്ങനെ പോയത്? അറിയില്ല എന്ന് പറയാം, ഞാനെന്തായാലും ധർമ്മനെ വിട്ടിട്ടുണ്ട്, വിളിച്ചോണ്ട് വരാൻ എന്നും പറയാണ് കേട്ടോ. അതേസമയം റൂമിലേക്ക് പോയിട്ട് നമ്മുടെ സുകന്യയോട് രാജശ്രീ പറയും, അതെ, അവിടെയുള്ളവരുടെ കുറ്റമൊക്കെ നീ പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമോ? അവിടെയുള്ള ആരും നന്നാവണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. അതുപോലെ ആ ദേവിയുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ഞാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്നും കരുതി നീ അവരോടുള്ള ദേഷ്യമൊക്കെ ഇവിടെയുള്ള ഇന്ദ്രാമയോടും ഏടത്തിയോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അവർക്കൊക്കെ ഗോമതിയോടൊരു പ്രത്യേക സ്നേഹമുള്ളതാ, അതുകൊണ്ട് അതൊക്കെ നിനക്ക് ദോഷമേ ചെയ്യുള്ളൂ എന്ന് പറയുക. ദേ സുകന്യെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ജീവിതം എന്തായിരുന്നെന്ന് നിനക്കറിയാലോ. ഒരിക്കൽ നിന്റെ ജീവിതം നീ ആയിട്ട് നശിപ്പിച്ചതാ, ഇപ്പം രണ്ടാമതൊരു അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ധർമ്മൻ വളരെ നല്ല പയ്യനാ, അവൻ്റെ കൂടെ നല്ലൊരു ജീവിതം തന്നെ നിനക്ക് കിട്ടും. നീയായിട്ട് ഓരോന്നും പറഞ്ഞ് എല്ലാവരെയും പിണക്കി കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത് എന്നും കരുതി അവിടെയുള്ളവരെ നീ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നീ ചെയ്യുന്നത് അവരോട് ദ്രോഹം ചെയ്യുമ്പോഴും അതാരും അറിയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ദേ രാജശ്രീ ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചേച്ചി ഈ വക വർത്താനമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്കൊരു കല്യാണം മുന്നേ നടന്നതാണെന്നുള്ള കാര്യം ഇവിടെ ആരും അറിയാൻ പാടില്ല. ആ രീതി ചേച്ചി പെരുമാറാനും പാടില്ല. ഇങ്ങനൊരു കാര്യം ചേച്ചി പോലും എന്നെ ഓർമ്മിപ്പിക്കരുത്, അത് ഞാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയേ. പെട്ടെന്നാണ് നമ്മുടെ ധർമ്മൻ സുകന്യെന്നും പറഞ്ഞ് റൂമ് മുട്ടുന്നത്. അത് കേൾക്കുമ്പോൾ സുകന്യ പറയും, അയ്യോ ചേച്ചി, ധർമ്മേട്ടനെല്ലാം കേട്ടെന്നാ തോന്നുന്നത്, ഇന്നോടുകൂടി എൻ്റെ കാര്യം തീരും, നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ പറയാം. ഏയ്, അവനൊന്നും കേട്ട് കാണില്ല, എന്തായാലും നീ ചെല്ല അവൻ്റെ അടുത്തേക്ക് എന്ന് പറയണേ. അപ്പം സുകന്യെ, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നേ എന്ന് ധർമ്മം പറയും. എന്താ ധർമ്മേട്ട, അതിന് നീ ഒന്നും ചെയ്തില്ലേ? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും നിനക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ തോന്നുന്നു? അല്ല, നീ ധർമ്മേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? അതല്ലേ ഞാൻ പറയുന്നേ, നീ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുക. ഓ അതാണോ? ഞാൻ ധർമ്മേട്ടനോട് പറഞ്ഞതല്ലേ ഇടയ്ക്കൊക്കെ കൃഷ്ണമംഗലത്തെ എനിക്ക് വരണമെന്ന്, അതിനിപ്പോൾ എന്താ എന്ന് അപ്പം സുകന്യ ചോദിക്കും. അവിടെ ദേവമംഗലത്ത് ആരോടും പറയാതെയാണോ നീ ഇങ്ങോട്ട് വരുന്നത്? അതൊരു ശരിയായ കാര്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? മിനിമം എന്നോടെങ്കിലും നിനക്കൊന്ന് പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. ഓ, അതിൻ്റെ ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം രാജശ്രീയും പറയും, അതെന്ത് വർത്തമാനോ ധർമ്മമായി പറയുന്നേ? സുകന്യ എൻ്റെ ബന്ധുവല്ലേ, അവൾക്ക് എന്നെ കാണാൻ എപ്പോൾ വേണേലും ഇങ്ങോട്ട് വരാം, അതിന് ആരും അവളെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം. ദേഷ്യപ്പെട്ടതല്ല ചേച്ചി,
ഇവക്ക് അവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ട് വരായിരുന്നല്ലോ എന്നാ ഞാനാ ചോദിച്ചുള്ളൂ. ഇപ്പം തന്നെ അളിയൻ വരുന്ന സമയമായി, ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നേ എന്ന് പറയാ. ഓ, ആ ബാലനെ പേടിച്ചാണോ നീ ഇവളെ കൂട്ടാൻ വന്നത്? നീ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാതെ ആ ബാലൻ്റെ പിന്നാലെ എന്തിനാ ധർമ്മ നടക്കുന്നേ? നിനക്കിവിടെ നിന്റെ ഏട്ടന്മാരുടെ കൂടെ ജോലി ചെയ്ത് ജീവിച്ചൂടെ ഈ വീട്ടിൽ എന്നപ്പം രാജശ്രീ ചോദിക്കും. ഓ, എനിക്കതിന് താല്പര്യമില്ല ചേച്ചി, ഞാനെന്തായാലും അളിയൻ്റെ ചേച്ചിയുടെ കൂടെ തന്നെ ജീവിച്ചോളാം എന്ന് പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ സുകന്യ പറയും, അല്ലേലും ഈ ധർമ്മേട്ടന് അവരുടെ അടിമയായിട്ട് ജീവിക്കാനാണ് എൻ്റെ ചേച്ചി ഇഷ്ടം എന്ന് രാജശ്രീയോട് പറയേ. എന്തായാലും പെട്ടെന്ന് ധർമ്മം ചോദിക്കും, നീ വരുന്നുണ്ടോ? ഞാൻ എന്തായാലും പോവാ എന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ സുകന്യയും പിന്നാലെ ചെല്ലുവേ. ഇതേ സമയമാണ് ബാലൻ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ബാലനാണെങ്കിൽ ഇവരും സംസാരിച്ചുകൊണ്ട് കൃഷ്ണമംഗലത്ത് നിൽക്കുന്നതൊക്കെ കാണും കേട്ടോ. അത് കാണുമ്പം ബാലന് ശരിക്കും ദേഷ്യം വരികയാണ്. ബാലനാണെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഗോമതിയോട് ചോദിക്കും, അതെന്നാ ധർമ്മനും സുകന്യയും കൃഷ്ണമംഗലത്ത് നിൽക്കുന്നേ, അവരെന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുക. അത് ബാലേട്ടാ, അത് സുകന്യ അങ്ങോട്ട് പോയപ്പം ധർമ്മൻ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോയതാ. ദേ ഗോമതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വക പോക്കും വരവും ഒക്കെ നമുക്ക് നല്ലതല്ല. അവിടെയുള്ളവരുടെ സ്വഭാവമൊക്കെ ശരിക്കും അറിഞ്ഞു വെച്ചോണ്ട് വീണ്ടും വീണ്ടും എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇപ്പം തന്നെ ധർമ്മൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടിയേ? അങ്ങനെ അറുത്തു മുറിച്ച് പറയാൻ പറ്റില്ലല്ലോ ബാലേട്ട. രാജശ്രീയുടെ ബന്ധുവല്ലേ സുകന്യ. അങ്ങനെയുള്ളപ്പം രാജശ്രീയുടെ കാണാൻ അവൾ പോയതിൽ എനിക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. എന്തായാലും ഇവിടെ താമസിക്കുമ്പം ഈ വക പരിപാടിയൊന്നും പറ്റത്തില്ല എന്ന് ബാലൻ ദേഷ്യപ്പെട്ട് പറയണം കേട്ടോ. അതേസമയം തന്നെയാണ് ധർമ്മനും സുകന്യയും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പം ബാലൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങളിത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ സുകന്യ പറയും, അത് ബാലേട്ട, ഞങ്ങൾ കൃഷ്ണമംഗലം വരെ പോയതാ എന്ന് പറയാം. ഓ, കൃഷ്ണമംഗലത്തുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി നടക്കാനാണോ സുകന്യയുടെ താല്പര്യം എന്ന് അപ്പോൾ ബാലൻ ചോദിക്കും. അതെന്താ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ? അവിടെയുള്ള രാജശ്രീ ചേച്ചി എൻ്റെ ബന്ധുവാ, അപ്പം എനിക്ക് എൻ്റെ ബന്ധുവിനെ കാണാൻ പൊയ്ക്കൂടെ എന്ന് സുകന്യ ചോദിക്കുക. ദേ, ഞാൻ രണ്ടു പേരോടുമായിട്ടൊരു കാര്യം പറയുക. ഈ വീട്ടിൽ ജീവിക്കുമ്പം ഈ വീട്ടിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പാലിച്ച് ജീവിക്കാൻ കഴിയുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് നമ്മുടെ ധർമ്മൻ്റെ മുഖത്ത് നോക്കിയാട്ടോ ബാലൻ പറയുന്നത്. അപ്പം ധർമ്മൻ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. സുകന്യയോടും കൂടിയാണ് പറയുന്നത്, പുതിയ ആളാ എന്നും കരുതിയ ഞാൻ എല്ലാം ക്ഷമിക്കുമെന്നൊന്നും കരുതണ്ട. ഇവിടെയുള്ള ജീവിക്കുമ്പം ഇവിടെയുള്ളവരെ പോലെ തന്നെ ജീവിക്കാൻ സുകന്യയെ ശ്രമിക്കണം. അല്ലാതെ നമ്മളോട് ദ്രോഹം മാത്രം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊന്നും താൻ നിൽക്കണ്ട. അതായിരിക്കും ഈ കുടുംബത്തിന് നല്ലത് എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. അപ്പോൾ സുകന്യക്ക് ഭയങ്കര ദേഷ്യം വരിക. അപ്പോൾ സുകന്യാണെങ്കിൽ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി പോവാ. അപ്പോൾ സുകന്യയുടെ പിന്നാലെ ധർമ്മനും ചെല്ലും. സുകന്യെ, നീ എന്താ ഈ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ധർമ്മൻ ചോദിക്കുക. പിന്നെ ഞാൻ എന്ത് വേണം? ദേ, നിങ്ങളുടെ അളിയൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ അളിയനെയും ചേച്ചിനെ അനുസരിച്ച് വേണം ഞാനിവിടെ ജീവിക്കാമെന്ന്. എന്തായാലും ഈ സുകന്യക്ക് അത്രയ്ക്കും ഗതികേടൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുക. സുകന്യെ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കും അറിയാവുന്നതല്ലേ കൃഷ്ണമംഗലത്തുകാർ ഇവിടെ അളിയനോട് എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് അളിയന് അവരോടൊക്കെ ദേഷ്യം. എനിക്ക് പോലും ചില സമയത്ത് അവരോട് ദേഷ്യം തോന്നാറുണ്ട്. നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ എന്തൊക്കെ പ്രവൃത്തികളാണ് അവർ ചെയ്തു കൂട്ടിയേ എന്നൊക്കെ ചോദിക്കാം. ഓ, അപ്പം നിങ്ങൾക്കും ഇപ്പം ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടല്ലേ? എന്തായാലും മറ്റുള്ളവരുടെ കുത്തുവാക്കം കേട്ട ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. അത്രയ്ക്കും ഗതികെട്ട വീട്ടിൽ നിന്നും വരുന്നതല്ല ഈ സുകന്യ. ഈ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങുക. എന്തായാലും എൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ പോവുക. പോകുന്നതിന് മുന്നേ കൃഷ്ണമംഗലത്ത് കയറി അച്യുതേട്ടനോട് രാജശ്രീ ചേച്ചിയോടും രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അവരാണല്ലോ എന്നെ ഈ ജീവിതത്തിലേക്ക് വലിച്ചിട്ടത്. അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാനും അവരോട് തന്നെ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഡ്രസ്സുകളൊക്കെ എടുത്ത് അവളുടെ ബാഗിലേക്ക് വെക്കുക കേട്ടോ. സുകന്യ, ഇവിടെ നീ പിണങ്ങിപ്പോകാൻ മാത്രം എന്ത് പ്രശ്നമുള്ളത്? ആവശ്യമില്ലാതെ നീ എന്തിനാ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മുടെ ധർമ്മൻ ചോദിക്കുക. ധർമ്മേട്ടൻ ഇത് പ്രശ്നമൊന്നും അല്ലായിരിക്കും. എന്തായാലും നിങ്ങളുടെ ചേച്ചിയുടെയും അളിയൻ്റെയും അടിമയായിട്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ എന്നും പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ധർമ്മനും നിൽക്കുക. ധർമ്മൻ ആകെ പ്രതിസന്ധിയിലാണ്. ഇനി സുകന്യ എങ്ങനെ അനുനയിപ്പിക്കണമെന്ന് ധർമ്മൻ ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.